ഇതിനു മുമ്പ് നടന്ന ബന്ധവിച്ഛേദങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും വളരെ ക്ലിയറായിട്ട് പറയണം, 9 കാര്യങ്ങൾ എന്നല്ല 24 കാര്യങ്ങൾ ഏകദേശം പല തവണകളിലായിട്ട് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അംഗീകരിച്ചു കൊടുത്തില്ല എന്ന ഒരു തർക്കമുണ്ടായാൽ രേഖകളാണല്ലോ പിന്നെ സംസാരിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൻ്റെ നാളുവഴി വിവരിച്ചിട്ടുണ്ട്. 9 കാര്യങ്ങൾ വാസ്തവത്തിൽ ജനറൽ ബോഡി 2 തവണ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. മധ്യസ്ഥന്മാർ ഞങ്ങളെ വിളിച്ചു, അക്കാര്യം അറിയിച്ചു. മധ്യസ്ഥന്മാരല്ലാതെ ഉള്ളത് തുറന്നു പറഞ്ഞാൽ മധ്യസ്ഥന്മാർ ശ്രമിച്ചിട്ട് പോലും ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ മധ്യസ്ഥന്മാർ മുഖേനയാണ് കിട്ടുന്നത്. ഒരിക്കൽ കിട്ടി, അത് ജനറൽ ബോഡിയിൽ വെച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കി തിരിച്ചേൽപ്പിച്ചു. കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞു, സന്തുഷ്ടിയും രേഖപ്പെടുത്തി. പിന്നെ പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. എന്തെങ്കിലും ഒരു തീരുമാനം ഇക്കാര്യത്തിൽ വേണമെന്ന് ഞങ്ങൾ പല ബന്ധപ്പെട്ടവരോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആ ശ്രമം നീണ്ടുനിന്നു. വീണ്ടും ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് താങ്കൾ പറഞ്ഞ തരത്തിൽ 9 കാര്യങ്ങൾ വീണ്ടും തന്നു. അതിനു വേണ്ടി മാത്രം CIC-യുടെ സിൻഡിക്കേറ്റ് ചേർന്നു, പിന്നെ സെനറ്റ് ചേർന്നു. ഇതിനു വേണ്ടി മാത്രം സിൻഡിക്കേറ്റും സെനറ്റും ചേർന്ന് പാസ്സാക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് ചെയ്തു. പിന്നെയും പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഉണ്ടായ പ്രതികരണം ബന്ധം വിച്ഛേദിച്ചു എന്ന പത്രപ്രസ്താവനയാണ്. ഏകദേശം ഒരു വർഷം ആ പ്രക്രിയ നീണ്ടു നിന്നിട്ടുണ്ട്. 6/6/23 പാണക്കാട് മറുവ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനറൽ ബോഡി ഈ കാര്യങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. സമസ്തക്ക് രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പറഞ്ഞതുപോലെ 26/12/23 വീണ്ടും അവരുടെ ആവശ്യപ്രകാരം, കാരണം ഒരിക്കൽ പാസ്സാക്കിയതാണ്, പിന്നെ അത് ഈ ഒരു ആവശ്യത്തിന് ജനറൽ ബോഡി സെപ്പറേറ്റ് വിളിച്ച് അംഗീകരിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചെയ്തു. മറുപടി ഒന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് വസ്തുത. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ സംശയം? തീർച്ചയായിട്ടും സമസ്തയായിട്ട് സഹകരിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പറഞ്ഞതൊക്കെ ചെയ്തത്. അല്ല, ഇത് ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം അതിന് പരിഗണന കിട്ടുന്നില്ല എന്ന രീതിയിൽ റീഡ് ചെയ്യപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മത പാർട്ടിയല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വിനീതമായ ഏജൻസിയാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയാൻ ഞങ്ങൾ ഒരാവശ്യവും ഈ സമയത്ത് സമസ്തക്ക് മുന്നിൽ വെച്ചിട്ടില്ല. സമസ്ത ചില കാര്യങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചില തീരുമാനങ്ങൾ പിൻവലിക്കണമെന്ന്, ചില പെരുമാറ്റച്ചട്ടങ്ങൾ അംഗീകരിക്കണമെന്ന്. അല്ലാതെ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുമില്ല. 2 കാര്യങ്ങൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഒന്ന്, ഈ CIC എന്ന് പറയുന്നത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. നിയമം നിങ്ങൾക്കും അറിയാം.
അപ്പോൾ നിയമമനുസരിച്ച് നിലനിൽക്കാത്ത കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ഭരണഘടന വേണം. ആ ഭരണഘടന താല്പര്യമനുസരിച്ച് നിലനിൽക്കാത്ത കാര്യങ്ങൾ. പിന്നെ ഒരു സൊസൈറ്റിയുടെ പരമാധികാരം എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ബോഡിക്കാണ്. അത് രാജ്യത്തെ നിയമമാണ്. ആ നിയമം ജനറൽ ബോഡിയുടെ പരമാധികാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, അത് ഒരു പക്ഷേ ചില കാര്യങ്ങളുണ്ടാകാം. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ജനറൽ ബോഡി 2 തവണ ഞാൻ പറഞ്ഞല്ലോ, ഇതിനു വേണ്ടി മാത്രം എന്ന് പറയാം യോഗം ചേർന്ന് പറ്റുന്നതൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങളല്ല പറയേണ്ടത്. ഞങ്ങളോട് സംസാരിക്കുന്ന മധ്യസ്ഥന്മാരാണ്. മധ്യസ്ഥന്മാർ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുടി സാഹിബ് അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കറിയാം 1860 ആക്ട് എന്ത് പറയുന്നു, ഞങ്ങളുടെ ഭരണഘടന എന്ത് പറയുന്നു, ഏതൊരു ജനറൽ ബോഡിയുടെയും ഒരു പിന്നെ അവരുടെ ഒരു അധികാര പരിധി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ലംഘിച്ചുകൊണ്ടുള്ള, അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം എന്തായാലും അംഗീകരിക്കൂല. സ്വാഭാവികമായിട്ടുണ്ട്. നിലവിലുണ്ട്. പലരും രാജിവെച്ചിട്ടുണ്ട്. രാജിവെക്കാതെ പിന്നെ രാജിവെച്ചു എന്ന് പ്രഖ്യാപിക്കാത്ത ആളുകളുണ്ട്. അങ്ങയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രമേ CIC-യുമായി സഹകരിക്കൂ എന്നുള്ളതായിരുന്നു. മധ്യസ്ഥ ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടുകയല്ലേ പുതിയ നിയമനത്തിലൂടെ ഉണ്ടായിരുന്ന ചോദ്യം സമസ്ത അവിടെ ചോദിക്കുന്നത്? എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് സമസ്ത മധ്യസ്ഥന്മാരോട് ആവശ്യപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്, നേരിട്ടറിയില്ല. ഏതായാലും അതനുസരിച്ച് ഞാൻ രാജിവെച്ചിരുന്നല്ലോ. അവര് പിന്നെ മധ്യസ്ഥന്മാർ മുഖേന ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ജനറൽ ബോഡി ഏകകണ്ഠമായിട്ടാണ് എന്നെ വീണ്ടും സെക്രട്ടറിയാക്കി തിരിച്ചു കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് സിൻഡിക്കേറ്റ് ഏകകണ്ഠമായിട്ടാണ് ശുപാർശ ചെയ്യുന്നത്. അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവിടെയുള്ള സിലബസുകളുടെ കാര്യങ്ങളിൽ ഒരു മാറ്റം വന്ന് വരുത്തിയിട്ടുണ്ടോ? നയപരമായിട്ട് സമസ്ത ആദ്യഘട്ടം കാലഘട്ടം മുതൽ സ്വീകരിച്ചിരുന്ന പല നിലപാടുകളിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള സമീപനം അങ്ങ് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ? നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് പ്ലീസ് ചോദിക്കരുത്. കാരണം ഇത് വളരെ കൃത്യമായിട്ട് ജനാധിപത്യ രീതിയിൽ കൂട്ടുത്തരവാദിത്തത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഈ സംവിധാനം ഏകദേശം ഒരു 4 നൂറ്റാണ്ട് സമയമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടക്ക് സമസ്ത ഉന്നയിക്കുന്ന കാര്യങ്ങൾ, സമസ്തയുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅ അല്ലെങ്കിൽ സുന്നി വിശ്വാസധാര അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അതിന് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. തന്നെയല്ല, അവസാനം നടന്ന റിവൈസിങ്ങിൽ ആ കാര്യം ഒന്നുകൂടി ഊന്നി പറയുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം അത് മാറ്റേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് സുന്നികളാണ്. ഈ സുന്നി അല്ലെങ്കിൽ അഹ്ലു സുന്ന എന്നൊക്കെ പറയുന്നത് ഇവിടെ കേരളത്തിൽ കുറച്ചാളുകൾ ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമല്ല. ലോക മുസ്ലിം മുഖ്യധാര സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ സുന്നി ആശയങ്ങൾ അതിൻ്റെ കൂടെയാണ്. അപ്പം അത് നീക്കം ചെയ്യുന്ന സംഭവം വരുന്നേ ഇല്ലല്ലോ. അതവർക്കല്ലേ അറിയുള്ളൂ. ഒരു പക്ഷേ ഇന്നിപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് പോകുന്നതെന്ന് സമൂഹം വായിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. ഏത് രാഷ്ട്രീയ പ്രേരിതം? അല്ല, രാഷ്ട്രീയ പ്രേരിതം മാത്രമാകേണ്ടതില്ല. ഞാൻ രാജിവെക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് പങ്കുണ്ട്, വ്യക്തിവിരോധങ്ങൾക്ക് പങ്കുണ്ട്, പുരോഗമനാശയങ്ങളോടുള്ള വൈമുഖ്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട്. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ CAC-ക്കും സംസ്ഥാനം ഇപ്പോൾ താങ്കൾ എതിർക്കുന്നവർക്കും ഭയങ്കരമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.
ഈ സ്ത്രീകളുടെ പ്രോഗ്രസ് ടീമിനെ കുറിച്ച് അല്ല, സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരല്ല. സമസ്ത നേരിട്ട് സ്ത്രീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഫലീല, സെഹ്റവിയ, അങ്ങനെ പല കോഴ്സുകളും സമസ്ത അല്ലെങ്കിൽ സമസ്തയുടെ സഹയാത്രികരായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രസ് അതെ, രീതികളിൽ മാറ്റം ഉണ്ടാവും. അത് ശരിയാണ്. ഇപ്പം ഞങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കാര്യത്തെ മഹത്വവൽക്കരിച്ചല്ലേ സംസാരിക്കുള്ളൂ, അത്രയല്ലേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അത് ഇച്ചിരി ചിട്ടയിൽ തന്നെ നടത്തണം എന്നുള്ള നിലപാടുകാരാണ്. അപ്പോൾ ഞങ്ങളിത് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നം, കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ, അതാണ് കൂടുതൽ ശരി, വിദ്യാഭ്യാസ അവസരങ്ങളെയൊക്കെ ഒരു ഇടത്താവളമായിട്ട് ഇടവേളയിൽ നടക്കുന്ന കാര്യമായിട്ട് കാണുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കോഴ്സ് പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ സ്ഥാപനങ്ങൾ, ഒഫിയ സ്ഥാപനങ്ങൾ നടത്തുന്ന മാനേജ്മെൻറ്റിനൊക്കെ അങ്ങനെ നിലപാടുണ്ട്. പിന്നെ ഈ നിലപാടുകൾ CIC തലത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സോഫ്റ്റ്വെയർ അതിൽ തന്നെ വരണം എന്ന് നിർദ്ദേശം ഉണ്ടായപ്പോൾ അങ്ങനെയും വന്നു. അപ്പോഴാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായത്. അതായത് വിവാഹം പഠിക്കുന്നതിനിടയിൽ വിവാഹം കഴിച്ച് പോകാൻ പാടില്ല എന്നുള്ളതാണോ, അതോ വിവാഹം കഴിഞ്ഞാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം? അല്ല, വിവാഹം കഴിഞ്ഞാൽ പഠനം തുടരാം. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് വിവാഹങ്ങൾ നടന്നിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് കുട്ടികൾ തിരിച്ചു വന്ന് ഇയർ പൂർത്തിയാക്കിയിരുന്നു. അതിനൊന്നും ആരും എതിരല്ല. കൊഴിഞ്ഞു പോക്ക് ധാരാളമായിട്ട് കൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളതിനെ നിരുത്സാഹപ്പെടുത്തി. കുട്ടികൾ 100% അത് ഏറ്റെടുത്തു. PG തീരാതെ ഇനി കല്യാണം വേണ്ട എന്ന് നിശ്ചയിച്ച ധാരാളം കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ടാണല്ലോ കുട്ടികൾ സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ അമേരിക്കയിൽ, ജർമ്മനിയിൽ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉപരിപഠനത്തിന് പോകുന്നു. അവിടെയൊക്കെ ഗവേഷണം നടത്തുന്നു, ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുത്തത്, അതിനൊരു പശ്ചാത്തലം ഒരുക്കിയത് കൂട്ടത്തിൽ ഞങ്ങളും കൂടിയാണ്. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണമെന്നാണ് വിനീതമായിട്ട് പറയുന്നത്. താങ്കൾ പറഞ്ഞ പാരമ്പര്യവാദികളും നിങ്ങൾ എതിർക്കുന്ന കൂട്ടത്തിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ പാരമ്പര്യവാദികളുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് CIC പോയിട്ടുണ്ട്? സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലോ? അല്ല, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, PG വരെ പഠിക്കാൻ സ്ത്രീകൾ താല്പര്യപ്പെടുന്ന ഒരു സാഹചര്യം CIC സൃഷ്ടിച്ചെടുത്തിട്ടാണ്. അതിനെ പാരമ്പര്യവാദികൾ ഏതെങ്കിലും രീതിയിൽ എതിർത്തിട്ടുണ്ട്? അല്ല, പാരമ്പര്യവാദികൾ അതിൽ സന്തോഷിക്കുന്നില്ല എന്ന് നമുക്ക് സംശയം വരില്ലേ? കാരണം ഇത് വളരെ വ്യക്തമാണല്ലോ. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ചു പോയാൽ അവർക്ക് പഠനം പൂർത്തിയാക്കാൻ പറ്റില്ല. തിയറിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു ആദർശവാദം അത് പിന്നെയും തിരിച്ചു വന്നൂടെ എന്നൊക്കെ പറയാം. പക്ഷെ പ്രാക്ടിക്കലി നടക്കുന്നില്ല. ഇപ്പോൾ 10-600 കുട്ടികൾ സെനറ്റ് വാങ്ങുകയാണ്. ഇതിനു മുമ്പൊക്കെ ഒരുപാട് കുട്ടികൾ അവരൊക്കെ പഠനം പൂർത്തിയാക്കിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു കമ്പൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ്. അതിന് രക്ഷിതാക്കൾ സംതൃപ്തരാണ്, കുട്ടികളും സംതൃപ്തരാണ്. ഈ മുഷാവറയിലെ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ അങ്ങനെ CIC എതിർക്കുന്നതിന് കാരണമാണെന്ന് ചൂണ്ടിക്കാണിച്ചല്ലോ. മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാറ്റം ഇടതുപക്ഷത്തേക്കാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത്തരം ഒരു ആരോപണമുണ്ട്. അപ്പൊ ഈ മുഷാവറയിലെ രാഷ്ട്രീയ മാറ്റത്തിലൊരു പ്രതിനിധിയായിട്ട് ഉമർ ഫൈസിയാണെന്നാണ് എനിക്ക് പറയാൻ, അങ്ങനെ ഉണ്ടോ? ഒരു ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തികളെ പരാമർശിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ രാഷ്ട്രീയ ചുവട് മാറ്റം നടക്കുന്നതിൽ ഞങ്ങൾ പങ്കാളികളാണെന്ന് ഞങ്ങൾ വിചാരിക്കണമില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല, മത പാർട്ടിയല്ല. ഞങ്ങൾ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങളെ ചില ആളുകൾ ഇപ്പറഞ്ഞ രാഷ്ട്രീയ ചുവട് മാറ്റത്തിലേക്ക് കടക്കാനുള്ള സ്റ്റെപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങളതിൽ നേരിട്ട് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്ന ആളുകളല്ല. വ്യക്തികളെ നിലയ്ക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ഈ ഉമർ ഫൈസി സാദിഖ് അലി തങ്ങൾക്കെതിരെ കാസി ഫൗണ്ടേഷനെതിരെ നടത്തിയ പരോക്ഷ വിമർശനങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണത്. കാരണം സാദിഖ് അലി തങ്ങളെ ഇപ്പോൾ നടന്ന തരത്തിൽ വിമർശിക്കുക എന്ന് പറയുന്നത് കേരളീയ സമൂഹം ഒരിക്കലും ഏറ്റെടുക്കൂല. നമ്മൾ നേരെ കണ്ടതാണ്. സാദിഖ് അലി തങ്ങൾ ഒരു 1000-1500
മഹല്ലുകളുടെ കാലിയാണ്. അത് അദ്ദേഹമായിട്ട് ഉള്ള സ്ഥാനമല്ലല്ലോ. ഹൈദർ അലി തങ്ങൾ, അതിനു മുമ്പ് ഉമർ അലി തങ്ങൾ, മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, ഇത് പാരമ്പര്യമായിട്ട് പോരുകയാണ്. അപ്പോൾ പാണക്കാട് കുടുംബം എന്ന ആ വലിയ പാരമ്പര്യത്തെ തകർക്കാനുള്ള ഒരു ശ്രമം കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അത് അസൂയ കൊണ്ട് വരാം, അല്ലെങ്കിൽ അത് തകർന്നാൽ രാഷ്ട്രീയ നേട്ടം കാത്തിരിക്കുന്ന ആളുകളുണ്ടാകാം. ഈ ഘടകങ്ങളൊക്കെ പലപ്പോഴും ഒരേ സമയത്ത് വർക്ക് ചെയ്യണം. അല്ല, സാദിഖ് അലി തങ്ങളുടെ പേര് പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ നമ്മളും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരല്ല, നമുക്ക് മനസ്സിലാവുമല്ലോ. എന്തായാലും സാദിഖ് അലി തങ്ങൾക്ക് ഖാദിയാവാനുള്ള യോഗ്യതയുണ്ട്. അതതിൻ്റെ കർമ്മശാസ്ത്ര വശമാണല്ലോ. ഞങ്ങളൊരു സെമിനാർ തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. സാദിഖ് അലി തങ്ങൾക്ക് മറ്റാരെയും പോലെ ഖാദിയാകാനുള്ള യോഗ്യതയുണ്ട്. അതൊരു കർമ്മശാസ്ത്ര അല്ലെങ്കിൽ ഇസ്ലാമിക നിയമ സംബന്ധമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ഞങ്ങളത് സെമിനാർ നടത്തി. ഞങ്ങൾ അതിൽ സംസാരിക്കാൻ തയ്യാറുമാണ്. കാണാത്ത രീതിയിലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിക് കാരണങ്ങളിലൊന്ന് CIC-യുമായി ബന്ധപ്പെട്ട തർക്കവും താങ്കളെ സ്ഥാനത്തിരിക്കുന്നതുമാണ്. അപ്പൊ നിലവിൽ ഈ CIC വിട്ടുവീഴ്ച ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെങ്കിൽ നിലവിൽ അത് ചെയ്യാൻ CIC തയ്യാറാണ്. മറ്റൊന്ന്, നിലവിലെ സമകാലിക രാഷ്ട്രീയത്തിൽ ഈ ഐക്യത്തിനല്ലേ പ്രത്യേകമായിട്ട് പ്രാധാന്യം നൽകേണ്ടത്? ഞാനൊരു ഇപ്പം അതിന് മറുപടി പറഞ്ഞു. ഞങ്ങൾ CIC ഒരിക്കലും ഈ നടക്കുന്ന വിവാദങ്ങളിൽ കക്ഷിയല്ല. ഞങ്ങളെ ചവിട്ടുപടിയായിട്ട് ഉപയോഗിച്ചതാണ്. ഞങ്ങൾ ഒരിക്കലും ഇതൊരു കക്ഷിയല്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാന വിഷയമെങ്കിൽ സാദിഖ് അലി തങ്ങളുടെ യോഗ്യത, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ സുപ്രഭാതം, പരസ്യം, ഇതിനൊക്കെ കാര്യം എന്താ വരുന്നത്? അത് ഞങ്ങളേറ്റവും ബന്ധപ്പെട്ടതല്ലോ. അതൊരു ചവിട്ടുപടിയായിട്ട് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഒരിക്കലും ഞങ്ങളിതൊരു കക്ഷിയല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു വിട്ടുവീഴ്ച ചെയ്തൂടെ? വിട്ടുവീഴ്ച ചെയ്തല്ലോ. ഏകദേശം 20 ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തത് ഭരണഘടന പോലും തിരുത്തി അഥവാ ഭേദഗതി ചെയ്ത് അംഗീകരിക്കാൻ തയ്യാറായ കാര്യങ്ങൾ, സഹിച്ചത്, പൊറുത്തത്, മിണ്ടാതിരുന്നത്, എല്ലാം കൂടി ചേരുമ്പോൾ 24 കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയരുത്. തീർച്ചയായിട്ടും സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റാണ്, മുനവർ തങ്ങൾ അക്കാദമിക് സമിതി ഡയറക്ടറാണ്. അങ്ങനെ വലിയ അതിൻ്റെ പ്രധാന സബ് കമ്മിറ്റികളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത് അവരാണ്. അവർക്ക് ഇതിലെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അവർ പദവിയിലിരിക്കുമോ? അതെ. അല്ല, സമസ്തയെ വെല്ലുവിളിക്കുന്ന തരത്തിലാകുന്നത് എങ്ങനെയാണ്? ഞാൻ സെക്രട്ടറി ആയിട്ട് ജനറൽ ബോഡി, ആ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ജനറൽ ബോഡി അതിൻ്റെ ഹിതം പോലെ, കാരണം ജനറൽ ബോഡിക്കാണല്ലോ അധികാരം, അത് ചെയ്യട്ടെ. പക്ഷേ ഒരു ചർച്ച നടക്കുന്നത് കൊണ്ട് പത്രക്കാരോട് അഥവാ ഇത് പരസ്യപ്പെടുത്തുന്നത് 10 ദിവസം നീട്ടിവെക്കണം എന്ന് പറഞ്ഞു. ജനറൽ ബോഡിയിൽ നേരെ ചർച്ചയ്ക്ക് വന്നതാണ്. 10 ദിവസം നീട്ടിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ 10 ദിവസമല്ല 30, ഒരു മാസം തന്നെ ആവട്ടെ എന്ന് വെച്ചു. അങ്ങനെ 26-ാം തീയതി ഏതാണ് തീയതി? സെപ്റ്റംബർ 26/12/23 അല്ല, തീരുമാനിക്കുന്ന 26/8/24 ഈ 26/8/24 യോഗം നടക്കുമ്പോൾ പത്രക്കാരോട് പരസ്യപ്പെടുത്തരുത് എന്ന് നിർദ്ദേശം വന്നു. 10 ദിവസത്തിന് 30 ദിവസത്തിന് എത്തിച്ചു. അപ്പോൾ പിന്നെ അടുത്ത 26/9 പ്രഖ്യാപിക്കേണ്ടതാണ്. 26/9 നിർദ്ദേശം വന്നു, ഒരു 2 ദിവസം കൂടി നീട്ടിവെക്കണം. നീട്ടിവെച്ചു. 26/9
ഉച്ചക്ക് 3 മണിക്ക് ഇന്ന് സമയം തന്നതാണ്. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു പത്രക്കാരോട് 28/9 2 ദിവസം കഴിഞ്ഞിട്ട്. അതെ, പ്രശ്നം പരിഹരിക്കുന്നതിന് സമസ്തക്ക് താല്പര്യമുണ്ടോ ഇല്ലേ എന്ന കാര്യം മറ്റു ചിലരുടെ മനസ്സിലിരിക്കുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ അവരുടെ ആ ബിഹേവ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത് താല്പര്യമില്ല. കാരണം ഇത് തീർക്കാൻ എന്നോ സമയം ഉണ്ടായിരുന്നു. പറയുന്നതൊക്കെ പല തവണ പല ഡിമാൻഡുകളും അത് അംഗീകരിക്കണം ഇത് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതാണ് പരിഹരിച്ചാൽ മതിയല്ലോ. തീർന്നു എന്ന് പ്രഖ്യാപനം വരേണ്ട സമയത്ത് മൗനമാണ് വന്നുകൊണ്ടിരുന്നത്. പുതിയ ഡിമാൻഡുകൾ പിന്നെ അങ്ങനെ വരികയാണ്. അവസാനം കൊടുത്ത കത്തിന് മറുപടി തന്നിട്ടില്ല. അതിന് മുമ്പ് കൊടുത്ത കത്തുകൾക്ക് മറുപടി വന്നിട്ടില്ല. മധ്യസ്ഥന്മാർ മുഖേനയാണ് കത്തുകളൊക്കെ വരുന്നത്. ഔദ്യോഗിക ലെറ്ററോ സംബോധനയോ ഒന്നും ഉള്ള ലെറ്ററുകളല്ല. ഒന്നിലധികം കത്തുകളിൽ ഞങ്ങളിട്ട് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഒരു ഫെസ്റ്റിന്റെ സമയമാണ്. കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടന്ന ഫെസ്റ്റിന്റെ സമയത്ത് ഞങ്ങളെ നേരിട്ട് വിളിക്കുമെന്ന് പറഞ്ഞാണ്. പിന്നെ വിളിച്ചില്ല. വിളിക്കാമെന്ന് പറഞ്ഞ് രേഖാമൂലം വിളിക്കാമെന്ന് പറഞ്ഞ് എന്താണ് വിളിക്കാത്തതെന്ന് പലവട്ടം ഞങ്ങൾ ചോദിച്ച് പിന്നാലെ നടന്നിട്ടുണ്ട്. ഇപ്പം അവസാനം കൊടുത്ത കത്തിലത് പറയുന്നുണ്ട്. ഞങ്ങളെ കേൾക്കണമെന്ന് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ചോദിച്ച കത്ത് മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമാൽ പാഷയെ അഡ്വൈസറാക്കുന്ന കാര്യം, നേരത്തെ നമ്മൾ സംസാരിച്ച വിവാഹ പ്രായ നിയന്ത്രണം, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒപ്പിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി വന്നിട്ടില്ല. ഞങ്ങൾ പിന്നെ ജനറൽ ബോഡി ചേർന്നിട്ട് സമസ്തയുടെ നിർദ്ദേശം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ഡോസ് കൂടിയത് പരിഗണിക്കാനുള്ള നല്ലത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇസ്ലാമിക ആശയങ്ങൾക്ക് വിരുദ്ധനാണെന്നാണ്. ഇപ്പോൾ വിദേഹത്തുകാരനാണെന്നൊക്കെ പറഞ്ഞാൽ അതിൽ നവീന ആശയങ്ങൾ ഉൽപ്പതിഷ്ണുത്വം എന്നാണല്ല, ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഇസ്ലാമിക ആശയ വിരുദ്ധൻ. ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായത് പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. മതത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾക്ക് ഏത് ടേം ഉപയോഗിക്കണമെന്ന് അറിയാലോ. പറയുന്നത് തന്നെ ഭംഗിയില്ല. അതിനോടിപ്പോൾ താങ്കൾ ചോദിക്കുന്നതായിരിക്കും ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു മുസ്ലിമായിട്ട് ഇരിക്കുന്ന ഒരാൾ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും പുറത്തു പോകാൻ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും അത് അംഗീകരിക്കണില്ല. മാത്രമല്ല, ഇസ്ലാമിൻ്റെ വിധി അനുസരിച്ച് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വിശിഷ്യ അത് അയാളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തെ ബാധിക്കുന്നൊരു കാര്യമാണെങ്കിൽ അയാളോട് വിളിച്ചിട്ട് വിശദീകരണം ചോദിക്കണം. തീരെ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഒരവസരം എനിക്ക് തന്നിട്ടില്ല. പുറത്ത് പറയുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും പിന്നെ വിശദീകരണ യോഗങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. എനിക്ക് രേഖാമൂലം കത്ത് തന്നിട്ടില്ല. എന്നോട് എനിക്കൊരു ഷോക്കസ് നോട്ടീസ് തന്നിട്ടില്ല. ഒരവസരം എനിക്ക് തരേണ്ടതല്ലേ? എത്രമാത്രം വേദനാജനകമാണത്. ഈ പിന്നെ മതത്വം പുറത്താക്കുന്ന കാര്യമോ അത്തരം കാര്യങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല. ആരേറ്റവും പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല. വളരെ പ്രധാനപ്പെട്ട ഒരാളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ കാഫിറാക്കിയതെന്ന് ഞാൻ ചോദിച്ചു. ടെലിഫോൺ ചെയ്ത് ചോദിച്ചു. നിങ്ങൾ വ്യക്തിപരമായിട്ടെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ആ കാഫിറാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാഫിർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ മലയാള പരിഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ച ആ തീരുമാനം മലയാളത്തിലാണല്ലോ മീഡിയയിൽ വന്നത്. അതിൻ്റെ അർത്ഥം അറബിയിൽ കാഫിർ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ല അർത്ഥമൊന്നും. നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോന്ന്. രാത്രി ഒരു 10 മണി സമയത്താണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം റെഡിയാണ്. നിങ്ങൾ മലയാളത്തിൽ ഉപയോഗിച്ചത് എന്നെ മതത്തിൽ നിന്ന് പുറത്താക്കലാണ്, കാഫിറാക്കലാണ്. അതിന് വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
സംബന്ധിച്ച് പല ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഇതൊരു നിങ്ങൾക്ക് സംസ്ഥാന സംഭവത്തിന് ശരിക്കും തയ്യാറുണ്ടോ? വാർത്തകൾ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതായത് അതിന് തയ്യാറുണ്ട് തയ്യാറില്ല എന്നാണ് മറുപടി പറയേണ്ടത്. കാരണം വാദപ്രതിവാദങ്ങളും പിന്നെ ഇതുവരെ മുണ്ടനങ്ങളൊക്കെ വെറുതെ സമൂഹത്തെ പിന്നെ പോലീസിനെ കോടതികളെ മെനക്കെടുത്തുന്ന പരിപാടിയല്ലേ. അതുകൊണ്ട് ഇത് തീരുമല്ലോ. അതേ സമയത്ത് ഞങ്ങൾ പിന്നെ ആരോടും ഈ കാര്യം ശാന്തമായിരുന്ന് സംസാരിക്കാൻ പ്രിപ്പയർഡാണ്. ഇനിയിപ്പോൾ പത്രസമ്മേളനം വിളിച്ച് പിന്നെ ആരെങ്കിലും വെല്ലുവിളിച്ചു എന്നൊന്നും പറയണ്ട. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാണ്, ഞങ്ങൾ അതിന് മാനസികമായി തയ്യാറാണ്, പക്ഷെ താല്പര്യമില്ല. നമ്മൾ തയ്യാറല്ല എല്ലാ കാര്യത്തിനും നമ്മൾ പിന്നെ സന്നദ്ധരാവില്ലല്ലോ. ഇപ്പൊ പരസ്യമായിട്ടുള്ളൊരു വാദപ്രതിവാദം അവിടെ നിൽക്കട്ടെ. പിന്നെ മീഡിയ നിങ്ങൾ ഒന്ന് ഇവരോട് ചോദിക്കൂ, എന്തുകൊണ്ട് ഇവരോട് നേരിട്ട് സംസാരിച്ചുകൂടാ? ഇപ്പൊ ഞങ്ങൾക്കെതിരെ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് സമൂഹത്തെ മെനക്കെടുത്തുന്നുണ്ട്. നിങ്ങൾ മീഡിയയെ മെനക്കെടുത്തുന്നുണ്ട്. നിയമ നടപടിയിലേക്ക് പോകാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോടതിയെ മെനക്കെടുത്തോടു കൂടി അതിലേക്ക് കൂടുതൽ വരും. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പല പോക്കറ്റിലും വിശദീകരണങ്ങൾ വെക്കുന്നുണ്ട്. സുപ്രഭാതം പത്രത്തിൽ ഒരുപാട് തവണ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത്രയൊന്നും പണിയില്ലല്ലോ. ഒരു മേശയ്ക്ക് ചുറ്റും നിന്ന് ശാന്തമായിട്ട് സംസാരിച്ചാൽ അതിന് തയ്യാറാവാത്തതാണ് പ്രശ്നം. അപ്പൊ ഇതിന്റെ പിന്നിൽ നേരത്തെ നിങ്ങളെ ചോദിച്ചതിന് കൂടി ചേർത്ത് പറയാണ്, ചില അജണ്ടകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ബലമായിട്ട് സംശയിക്കുന്നത്. ഈ പണ്ഡിത സഭയിൽ ചില ആളുകൾ വ്യക്തിവിരോധം വെച്ച് അങ്ങയോട് പെരുമാറുന്നു പറഞ്ഞല്ലോ. ഇവിടുത്തെ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ അവരാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ആളുകളുടെ നിലപാട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ വിചാരിക്കണ്ടേ? നമ്മൾ വിചാരിച്ചു പോകൂലേ? ഇത് രണ്ട് വ്യക്തികള്, ഈ വിവാഹപ്രായ പ്രശ്നം രണ്ട് വ്യക്തികൾ ഉന്നയിക്കാൻ തുടങ്ങിയതാണ്. വാസ്തവത്തിൽ സമസ്തയുടെ അഫിലിയേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു അഫിലിയേഷനുള്ള ധാരാളം പള്ളികളും സ്ഥാപനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഉള്ള ഭരണപരമായ കാര്യങ്ങൾ, ആർക്കൊക്കെ TC കൊടുക്കണം, ആർക്കൊക്കെ അഡ്മിഷൻ കൊടുക്കണം, ഇതൊക്കെ സമസ്ത കൈകാര്യം ചെയ്യുന്ന കാര്യമല്ലല്ലോ. സമസ്തയുടെ പാരമ്പര്യം നമുക്കറിയാലോ. അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു സംവിധാനത്തിന് ഇത് സാധ്യമല്ലല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ പരിഗണനക്കെടുത്തത് ഇപ്പറഞ്ഞ പോലെ രണ്ട് വ്യക്തികളുടെ താല്പര്യത്തിലാണ്. വ്യക്തികളെ പറയണ്ടല്ലോ. തങ്ങള് പിന്നെ ജിഫ്രി തങ്ങൾ ഒരിക്കൽ ഞങ്ങളോട് ഈ സംഭാഷണങ്ങളിലൊക്കെ അഹമ്മദ് ഫൈസി, അലി ഫൈസി ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് പോകാറ്, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സമസ്തയിൽ ചർച്ച വരുമ്പോൾ ഞങ്ങൾക്ക് ചിലതൊക്കെ ചിലതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. കാരണം ചില മൂപ്പർ പറഞ്ഞ വാക്ക് ചില മൂല്യന്മാർക്ക് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. എന്തിനാണ് ഇതൊക്കെ എന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ന്യായവും പശ്ചാത്തലം പറയുമ്പോൾ ചില മൂല്യന്മാർക്ക് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. അത് ഞങ്ങളോട് നേരെ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമതൊരു കാര്യം, പിന്നെ തന്നെയല്ല, നിങ്ങളുടെ ഡാഷ് എന്തോ നിങ്ങളുടെ ബന്ധു ഡാഷ് ഇന്നയാൾ, അദ്ദേഹത്തെയും വേണ്ട കുറച്ചൊക്കെ പരിഗണിക്കുക, നേരെ പറഞ്ഞതാണ്. മുഷാവറയിലെ തന്നെ സലാം ബക്കറിയെ പോലെയുള്ള നേതാക്കന്മാര്, പണ്ഡിതന്മാര് അങ്ങയുടെ സ്ഥാപനത്തിനെതിരെ പ്രസംഗിച്ചത് ഒരു വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കല്ലേ ഒരു വിഷയത്തിൽ? അല്ല, എന്ത് സംഭവമാണ് ഇത് തുറന്നു പറയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം പ്രചരിക്കുന്നത് കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം പറയുന്നതാണ്, അതായത് 2010 ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ ഹക്കീം ഫൈസിയുടെ അനുയായികൾ ലഡു വിതരണം നടത്തി എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നത്. ശരി. പിന്നെ ഒന്നാമത്തത് ഈ ഹക്കീം ഫൈസിയുടെ അനുയായികൾ എന്ന വാക്ക് എഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം അങ്ങനെ പിന്നെ ഗുരുനാഥന്മാരും ശിഷ്യന്മാരും അതുപോലെ കമ്മിറ്റികളും യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. ഇതൊന്നും അനുയായി എന്ന് പറയില്ല. ആ പ്രയോഗം ശരിയല്ല. പിന്നെ ജോസഫ് മാഷ് കൈ വെട്ടിയപ്പോൾ ലഡു വിതരണം നടത്തി എന്ന് പറയുന്നത് എവിടെ നടന്നു എന്ന് അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒറ്റവാക്ക് പറയാലോ, നമ്മൾ കേരളക്കാരാണ്, നിങ്ങളൊക്കെ മലയാളക്കാർ മീഡിയക്കാരാണ്. വളരെ വെട്ടി തുറന്ന് പറയാണ്, ഞാൻ ജോസഫ് മാഷെ കൈവെട്ടൽ ആ തരത്തിൽപ്പെട്ട എല്ലാ തീവ്ര നിലപാടുകൾക്കും കണിശമായിട്ട് എതിരാണ്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ എൻ്റെ വിദ്യാർത്ഥികളുണ്ട്,
ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ക്ലാസ് മുറികളിൽ വെച്ചോ മറ്റേതെങ്കിലും അവസരങ്ങളിൽ വെച്ചോ, ഞാൻ തിരൂർ താഴെപ്പാലത്ത് 4 നൂറ്റാണ്ട് ഖുതുബ നിർവഹിച്ച ആളാണ്. ജുമയുടെ മുമ്പ് ഒരു 20 മിനിറ്റ് പ്രസംഗിക്കുന്ന ആളാണ്. തിരൂർ പട്ടണത്തിൽ താഴെപ്പാലം പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളോട് നിങ്ങൾക്ക് പോയി ചോദിക്കാം, നിങ്ങളുടെ പള്ളിയിൽ ഒരു 4 നൂറ്റാണ്ട് കാലം ഖുതുബ നിർവഹിച്ച ആളാണല്ലോ ഇദ്ദേഹത്തിന് തീവ്രവാദപരമായ വല്ല നിലപാടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മീഡിയക്കാരൊന്ന് മിൻഫലിരിക്കും, അറബികൾ പറഞ്ഞായിരിക്കും, പ്ലീസ് ഒന്ന് ചോദിക്കും. ഒരിക്കലും തീവ്രവാദത്തിന് അനുകൂലമല്ല. ഈ നിലപാട് കയ്യവട്ടൽ ശരിയല്ല, കലാപം സൃഷ്ടിക്കൽ ശരിയല്ല. രാജ്യം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒപ്പം മുന്നോട്ട് പോകണം. രാജ്യത്ത് വളരെ പരിശുദ്ധമായ ഒരു ഭരണഘടന ഉണ്ട്, ഇവിടെ നിയമവാഴ്ച ഉണ്ട്. അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് കയ്യും കാലും വിട്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, ഇത്തരം വൈകാരികമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പണ്ഡിത സഭയിൽപ്പെട്ട ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. ഈ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല, ഇത് ഇങ്ങനെ ആരോപണം പ്രത്യാരോപണമായി തുടരുക. ഇത് അവസാനിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാന് ലഡു വിതരണം നടത്തിയെന്നല്ലല്ലോ ആരോപണം. 90-100 കോളേജ് അഫിലിയേറ്റഡ് കോളേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളാരെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകനോ മറ്റോ ആണെന്ന് വിചാരിക്കുക, അവിടെ നടക്കുന്ന ലഡു വിതരണത്തിനൊക്കെ ശിവൻകുട്ടി മറുപടി പറഞ്ഞാൽ നടക്കുമോ? പ്രായോഗികമല്ലല്ലോ. പിന്നെ എന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാതിയിൽ നിന്ന് അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്താക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ഞാനിപ്പോൾ പരിഗണിക്കുന്നുണ്ട്. കാരണം ഇത് അറ്റല്ലാതെ പോവാണ്. ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ഞാൻ മീഡിയയോട് പറഞ്ഞിരുന്നു, സമസ്ത എന്ന് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ മാതൃസംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല, ഡ്രൈവർമാർക്കാണ് കുഴപ്പം. ഇപ്പോൾ അലിഫൈസിയുടെ BMW എവിടെങ്കിലും കൊണ്ട് കുത്തിയാൽ നിങ്ങൾ പറയും ആ കാറ് വന്ന് കുത്തിയെന്ന്. ആ കാറ് ഇരുമ്പാണ്, അതിന് കുത്താൻ കഴിയില്ല. അലിഫൈസിയാണ് കുത്തിച്ചത്. ഡ്രൈവർമാർക്കാണ് പ്രശ്നം. ഞാനും എൻ്റെതായ പങ്ക് വഹിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഞാനും അതിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ട ആളാണ്. ഗൾഫിലും നാട്ടിലും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഭാഷയിൽ ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തകരാൻ പാടില്ല. അത് ഗുരുനാഥന്മാരുടെ പവിത്ര സംവിധാനമാണ്. അപ്പൊ അതിനെതിരെ കേസ് കൊടുക്കാതിരിക്കാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കാര്യമായിട്ട് ആലോചിക്കേണ്ടി വരും. കാരണം ഈ ശല്യം നിൽക്കണമല്ലോ. എനിക്ക് ശല്യം എന്നല്ല, ഞാനത് എങ്ങനെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ സമൂഹം മെനക്കെടുകയാണല്ലോ. സമൂഹത്തെ മെനക്കെടുത്താൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സമീപനം സ്വീകരിക്കുന്നത് എൻ്റെ സമീപനങ്ങളൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലാണ്. സമൂഹത്തെ മെനക്കെടുത്താൻ പാടില്ല. അനാവശ്യ ചർച്ച സമൂഹത്തിൽ, അത് മുസ്ലിങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നത് ശരിയല്ല. അതിൻ്റെ ഭാഗമാകൽ ശരിയല്ല. ഒരു തരം നിർബന്ധിതാവസ്ഥയിലാണ്. ഇപ്പം ഈ പത്രസമ്മേളനം തന്നെ ഫെസ്റ്റിൻ്റെ കാര്യമാണ്. ഈ ഒരു സമയമായതുകൊണ്ട് ഞങ്ങളെ ഫെസ്റ്റിൻ്റെ സമയം അതായി പോയി. നിങ്ങൾ ചോദിക്കുന്നു, പറയാൻ നിർബന്ധിതനാകുന്നു, അത്രേ ഉള്ളൂ. കാഫിറാക്കൽ വേറെ, തീവ്രവാദിയാക്കൽ വേറെ. കാഫിറാക്കിയെന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ. പിന്നെ തീവ്രവാദി എന്ന് എന്നെ അറിയുന്ന ആരും പറയില്ല. എൻ്റെ ശിഷ്യന്മാർ പറയില്ല, എൻ്റെ സഹപ്രവർത്തകർ പറയില്ല, എൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ജുമയ്ക്ക് വന്നിരുന്ന ആളുകൾ പറയില്ല. നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എന്നെ ഏറ്റവും സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും നിങ്ങൾ തീവ്രവാദി അല്ല എന്ന്. നിലപാടില്ല, അങ്ങനെ നിലപാടില്ല. ഇന്ത്യ രാജ്യത്തും മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്നിടത്തും ഭൂരിപക്ഷമായി ജീവിക്കുന്നിടത്തൊക്കെ ഇസ്ലാമിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതി വലുതൊന്നും അവകാശപ്പെടില്ല, ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ സാധ്യമല്ല. രണ്ടാള് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചോദിക്കൂല 40 ആളില്ലേ? നല്ല ചോദ്യമാണ്. അല്ല, തുടക്കം ഈ 2 പേരാണ്. പക്ഷേ പിന്നെ അത് കൂടുതൽ ആളുകളിലേക്ക്, ഏകദേശം 1 ഡസൻ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ രോഗം ഏകദേശം 1 ഡസൻ ആളുകളെ ബാധിച്ചിട്ടുണ്ട്. ബാക്കി ആളുകളൊക്കെ മൗനാണ്.
പരമസാത്വികരായ വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് അവരൊക്കെ നേരിട്ടറിയാം. പലരും സമപ്രായക്കാരാണ്, പലര് നമ്മുടെ ഗുരു സ്ഥാനീയരായിട്ടുള്ള ആളുകളാണ്, വിശുദ്ധന്മാരാണ്, മഹാന്മാരുടെ സംഘടനയാണ്. ആ സംഘടന നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സമാധാന പ്രിയമുള്ള നല്ല ഒരു ശാന്തമായ സംവിധാനമാണ് ഈ സംവിധാനം. അതൊരു ഇന്റലക്ച്വൽ ഒരു പണ്ഡിത സഭയാണല്ലോ. ഈ പണ്ഡിത സഭയുടെ അജണ്ടയിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ക്ഷുദ്ര കാര്യങ്ങൾ തന്നെ ഞാൻ പറയട്ടെ വരേണ്ട കാര്യമില്ലല്ലോ. അതായത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച് സലാബാക്കവിയും ഉമർ ഫൈസിയുമാണ്. അല്ല, അങ്ങനെ നിങ്ങൾ എന്നെ കൊണ്ട് ആളെ പറയും. അല്ല, നിങ്ങള് അതായത് ആ പേരല്ല, വേറെ 2 പേരാണ്. നിങ്ങൾ എന്നെ കൊണ്ട് ആളുകളെ പേര് ഞാനത് സോറിട്ടാ, അത് പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പേര് ആളുകളെ പേരെന്ന് പറഞ്ഞ് തീരെ താല്പര്യമില്ല. അപ്പൊ നിങ്ങൾ സലാം ബാക്കവി ഒരു ബാക്കവിന്റെ പേര് പറഞ്ഞല്ലോ. ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് സലാം ബാക്കവി എന്നെ പിന്തുണച്ച ആളാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ പിന്തുണച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി മുഷാവറയിൽ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചതിന് ശേഷം സംസാരിച്ചു എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. ബഹാവുദ്ദീൻ മുസ്ലിയാർ എന്നെ സഹായിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പലതും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂടി ഇപ്പൊ നമ്മള് എനിക്കും നിങ്ങൾക്കും വിഷയമല്ലല്ലോ. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഇപ്പോ ഒരു പക്ഷേ ഇപ്പറഞ്ഞ അഹിതകരമായിട്ടുള്ള മാന്യതയ്ക്ക് ചേരാത്ത തീരുമാനങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി വച്ച ചില ആളുകൾ ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പലരും കാണുന്നുണ്ട്, ആലോചനകൾ പങ്കുവെക്കുന്നുണ്ട്. ഞങ്ങൾ കാര്യം തെറ്റ് തിരുത്തി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ മുഷാവറ സ്വാഭാവികമായിട്ടും ഈ പണ്ഡിത സഭയാണ്, ഈ സമുദായം തന്നെ അംഗീകരിക്കുന്ന ഒരു സഭയാണ്, ബഹുമാനിക്കുന്ന ഒരു സഭയാണ്. അപ്പൊ താങ്കൾ ഇങ്ങനെ ഈ 2 പേര് ഇതിനെ ശ്രമിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സംശയത്തിന് നേരിൽ നിർത്തുവാണ്. ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന് താങ്കൾ തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ പോകും. അങ്ങനെയെങ്കിൽ 2 പേരാണെന്ന് പറയുന്നത് കിട്ടുന്നുണ്ടോ? അല്ല, അത് കാര്യം നടക്കാനാണെങ്കിൽ ഇപ്പൊ മീഡിയയോട് പറയണ്ടല്ലോ. ഞാൻ നിങ്ങൾ പറഞ്ഞതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ 2 ആളുകളാണ് അല്ലെങ്കിൽ ഇന്ന ആളുകളൊക്കെയാണ് അവരെ കാര്യത്തിൽ നടപടി എടുക്കണമെന്ന് മുഷാവർക്ക് കത്ത് കൊടുക്കാം. അത് തന്നെയാണ് പ്രശ്നം. പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞ് മാനിച്ച് അതൊരു പൊതു ആവശ്യമാണല്ലോ. ഒരു മീഡിയ പേഴ്സൺ എന്നുള്ള നിലക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഇനിയിപ്പോ കുറച്ച് സമയം ഈയിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ചിലതൊക്കെ പരിഗണിക്കും, കേൾക്കും എന്നൊക്കെയാണ്. കാരണം ഇമേജ് അത്രമേൽ ഇടിഞ്ഞിട്ടുണ്ട്. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ. അശുദ്ധിയല്ലേ അവിടെ നടന്നത്? അത് നിങ്ങൾ മീഡിയ ലോകം കണ്ടിട്ടില്ലേ? അപ്പൊ അശുദ്ധി നടന്നല്ലോ, ശുദ്ധീകരിക്കണം. ഈ പുരോഗമന കാലത്തിനനുസരിച്ച് പുരോഗമനപരമായ ശൈലികൾ സ്വീകരിക്കാനുള്ള വൈമുഖ്യം അവസാനിപ്പിക്കപ്പെടണം. ഇപ്പോൾ വിശ്വാസം എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, അതിൻ്റെ പ്രമാണങ്ങൾ, ഈ പ്രമാണങ്ങൾ തിരുത്തരുത് എന്ന് പറയുമ്പോൾ ശൈലികൾ തിരുത്തണം. ഇപ്പൊ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി, ഈജിപ്തിലെ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശൈലികൾ മാറ്റിയിട്ടുണ്ട്. ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോക മുസ്ലിം മുഖ്യധാര ആ ആശയത്തിലും ആദർശത്തിലുമാണുള്ളത്. അതേസമയത്ത് അവിടെയൊക്കെ മാറിയിട്ടുണ്ട്. അവർ യൂറോപ്പിലും അതുപോലുള്ള ലോക രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ നടക്കുന്ന സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാജ്യത്തിനും ഈ മുസ്ലിം സമുദായത്തിനും ഒരുപാട് നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഈ ഒരു തരം പഴഞ്ചൻ നിലപാട്, യാഥാസ്ഥിതിക നിലപാടിട്ട് നടക്കുന്നത്. യാഥാസ്ഥിതിക നിലപാടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ നിങ്ങൾ തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് പറയും ഇവിടെ സുന്നി വിരുദ്ധരായിട്ടുള്ള ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. അതല്ല, ശൈലി, പ്രവർത്തന ശൈലി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ശൈലി. ഈ പുതിയ കാലത്ത് ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6000-7000 ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിലും അവർ ഉപരിപഠനം നടത്തുന്നുണ്ട്. ജർമ്മനിയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്, കൂട്ടത്തോടെ ഉണ്ട്.
ഇവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരുടെ മാതൃസ്ഥാപനം അവർ പിന്നെ അത് വേണ്ട എന്ന് വെച്ചാൽ മ്യൂട്ട് ചെയ്യുന്നത് ശരിയാണോ? അവരും കൂടി ഉൾക്കൊള്ളല്ലേ വേണ്ടത്? ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഞങ്ങളും കൂടി ഉൾക്കൊള്ളല്ലേ വേണ്ടത്? അപ്പം എല്ലാവരെയും മാറ്റി നിർത്തി വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന മാതിരി ശരിയല്ല. ഇൻക്ലൂസീവായിട്ടുള്ള സമീപനമാണ് വേണ്ടത്. എല്ലാവരും ഉൾക്കൊള്ളുന്ന സമീപനമാണ് വേണ്ടത്. സംസ്കൃതത്തിന് തീരുമാനങ്ങൾ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ വിദ്യാർത്ഥികളുടെ എണ്ണം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്? ചെറുതായിട്ട്, വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. അതായത് 97 കോളേജാണ് പിന്നെ റെക്കോർഡ് അനുസരിച്ച് ഈ പ്രശ്നം തുടങ്ങുമ്പോൾ ഉള്ളത്. ഇപ്പോൾ അത് 62 ചുരുങ്ങിയിട്ടുണ്ട്. ഈ 62 ചുരുങ്ങിയപ്പോൾ ബാക്കി ഈ 27 സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കപ്പെട്ട ബദൽ സംവിധാനത്തിലുണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. പിന്നെ കുട്ടികൾ, കുറച്ച് കുട്ടികൾ, അത് യുവതലമുറ, അതിപ്പോൾ മതം ഒന്നും മതോ രാഷ്ട്രീയം മറ്റൊന്നും നോക്കിയിട്ടല്ല, കുറച്ച് കുട്ടികൾ അവസരം കിട്ടിയാൽ മുങ്ങും. അങ്ങനെ കുറച്ച് കുട്ടികൾ മുങ്ങിയിട്ടുണ്ട്. ബാക്കി പഠിച്ചു മുന്നേറണമെന്ന് വിചാരിക്കുന്ന കുട്ടികൾ കൂട്ടത്തോടെ അവശേഷിച്ച സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു 2000-ലേറെ കുട്ടികൾ പഠനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. കുറച്ച് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി, കാര്യങ്ങളൊക്കെ ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ആ ആ സമസ്ത പറഞ്ഞ അംഗീകരിച്ചുകൊണ്ട് പിന്നീട് MBS-ഉമായിട്ട് ഒരു ബന്ധം പുലർത്തി. ആ സമയത്ത് CAC സമസ്ത അല്ല ഓ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു പറയുന്നു. അല്ല, ഒരു മിനിറ്റ്. വ്യത്യാസമുണ്ട്. അതായത് MES അന്ന് എന്തിൻ്റെ പേരിലാണ് ചർച്ചയായത്? MES നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ പേരിലായിരുന്നോ? അല്ല, സമസ്ത തള്ളി പറഞ്ഞു എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ. ബാഫക്ക് തങ്ങൾ MES-ഉമായി സമസ്തയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആ ഒരു വികാരം താല്പര്യം മാനിച്ച് വിട്ടുനിന്നു. എന്തിൻ്റെ പേരിൽ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ വേണ്ട, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വേണ്ട, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണോ വിട്ടുന്നത്? അല്ലല്ലോ. ഇപ്പോൾ ഞാൻ ഈ പ്രായത്തിലുള്ള ആളാണ്. നമ്മൾ നേരിട്ട് കാലത്ത് ജീവിച്ച ആൾക്കാരാണല്ലോ. അവരുടെ പ്രവർത്തന പരിധി ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് സംസാരിച്ചത് കൊണ്ടാണ് അല്ലേ? താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ആ എങ്ങനെ ഞങ്ങൾ ശരിയത്തിന് വിരുദ്ധരാണെന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് സംസാരിക്കട്ടെ. ഇപ്പം ശരിയത്ത് ഏതാണ്, ശരിയത്ത് വിരുദ്ധം ഏതാണ് എന്ന കാര്യത്തിൽ ഒരു ചർച്ച വേണമല്ലോ. ശരിയത്ത് എന്ന് പറയുന്നത് കുറച്ചാളുകൾക്ക് മാത്രം അറിയുന്ന കാര്യമല്ലല്ലോ. ഞങ്ങൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. മഹാന്മാരായ ഗുരുനാഥന്മാർ ആ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ അവസരം തരണം എന്ന് പറഞ്ഞതാണ്. വെറുതെ ഒറ്റവാക്കിൽ ശരിയത്ത് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ന്യായമായ സംശയങ്ങളുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനകാലത്ത് കല്യാണം നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് വസാലി റഹ്മത്തുള്ളാഹി ഇഹ്യാ ഉലൂമുദ്ദീൻ ലോകത്തറിയപ്പെട്ട ഗ്രന്ഥമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല അതൊക്കെ അംഗീകരിക്കുന്നത്. അവരൊക്കെ പറയുന്നുണ്ടല്ലോ, പഠനകാലത്ത് പിന്നെ കല്യാണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എൻഗേജ്മെൻറ്റുകൾ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത് ശരീഅത്ത് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ പോരാ. ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരൊക്കെ പങ്കെടുത്ത ആൾക്കാരാണല്ലോ. ജിഫ്രി തങ്ങൾ ഞങ്ങളോട് ചേളാരിയിൽ വെച്ച് നടന്ന ഒരു സിറ്റിങ്ങിൽ നമുക്കെന്നാലും ആ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ ചെന്ന ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ചില സംശയങ്ങളുണ്ട്. അന്ന് 1-2 ഞങ്ങളുടെ ഒരു ലജ്നത്തുൽ ബുഹൂസ് എന്ന് പറയും, ഒരു റിസർച്ച് സമിതി ഉണ്ട്. അതിൻ്റെ ചെയർമാനെയും കൺവീനറെയും കൂട്ടി മഹാപണ്ഡിതന്മാരാണ്. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജിഫ്രി തങ്ങൾ പോസിറ്റീവായിട്ടാണ് അന്ന് പ്രതികരിച്ചത്. നമുക്ക് ആ കാര്യം ഇരുന്ന് സംസാരിക്കാമെന്നാണ്. പക്ഷെ ഇരുന്ന് സംസാരിച്ചില്ല. അദ്ദേഹം ഇരുന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ വേറെ ചില ആൾക്കാർ അതിന് അവസരം ഒരുക്കൂല. ഈ സംഭവം നടന്നത് ചേളാരി 23/11/21 23/11/21 വിവാഹപ്രായം അത് ശരീഅത്തിന് വിരുദ്ധമാണോ എന്ന കാര്യത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു.
ജിഫ്രി തങ്ങൾ മാത്രമല്ല, അതിൽ കൂടുതൽ കടുത്ത നിലപാടുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹം തന്നെ ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം പോരാ, ഇത് ബോധ്യപ്പെടാത്ത കുറച്ച് മൂല്യന്മാരുണ്ടെന്ന് മൂപ്പര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പം താങ്കളെ രണ്ടാമത് തെരഞ്ഞെടുത്ത വാർത്ത പുറത്തുവിട്ട സംഭവങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ 1 മാസം 2 ദിവസം എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അത് പ്രാക്ടിക്കലി സംഭവിച്ചത് സാദിഖ് അലി തങ്ങളും സംസ്ഥാന നേതാക്കളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ അടക്കുന്ന ഒരു രഹസ്യ ചർച്ച നടക്കാനിരിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഇത് പുറത്തു വന്നത്. അന്ന് അതായത് ഫേസ്ബുക്കിലൂടെ ഈ റിലീസ് പുറത്തു വന്നു. അപ്പൊ അത് സാദിഖ് അലി തങ്ങൾക്ക് അന്ന് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പിറ്റേന്ന് CSC നേതാക്കളെ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അതായത് സാദിഖ് അലി തങ്ങളെ പ്രഷറൈസ് ചെയ്യാമായിരുന്നു. ഇല്ല, സാദിഖ് അലി തങ്ങള് റഷീദ് അലി തങ്ങളെ അദ്ദേഹത്തിന് പകരം അധ്യക്ഷം വഹിക്കാൻ ഏൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ, അതായത് റഷീദ് അലി തങ്ങളുടെ അധ്യക്ഷത്വത്തിലാണല്ലോ യോഗം ചേർന്നത്. അദ്ദേഹമാണല്ലോ 10 ദിവസം ചോദിച്ചപ്പോൾ ജനറൽ ബോഡിക്ക് വേണ്ടി, ജനറൽ ബോഡിയിൽ വെച്ചാണ് സംഭവം, 20 ദിവസം 1 മാസം സമയം കൊടുത്തത്. അങ്ങനെ പല ആരോപണങ്ങളുണ്ടാകും. സാദിഖ് അലി തങ്ങളോട് റഷീദ് അലി തങ്ങള് 2 ദിവസം, നേരത്തെ പറഞ്ഞാൽ 26 എന്നുള്ള 28, 2 ദിവസം കൂടി 3 മണിക്ക് പുറത്തു വിടും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് തങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. റഷീദ് അലി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞാണ്, ഞങ്ങളിപ്പോൾ നേരിട്ട് സാദിഖ് അലി തങ്ങളോട് ആ കാര്യം സംസാരിച്ചിട്ടില്ല. അപ്പോൾ സാദിഖ് അലി തങ്ങളുടെ അനുവാദത്തോടു കൂടി ബഹുമാനപ്പെട്ടവരെ അറിയിച്ച് റഷീദ് അലി തങ്ങളാണ് 3 മണിന്ന് ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു, ഒരു കമ്മിറ്റി ഗ്രൂപ്പിൽ. അല്ലെങ്കിൽ തന്നെ 300ഓളം ആളുകൾ പങ്കെടുത്തൊരു ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിൽ പരസ്യമായി നടന്ന കാര്യം. അത് തന്നെയല്ല, അദ്ദേഹത്തെ സെക്രട്ടറി ആക്കി തിരിച്ചു കൊണ്ടുവന്നതിൽ അതിൽ പ്രയാസമൊന്നുമില്ല, അതൊരു മാസം മുമ്പ് നടന്ന കാര്യമല്ലേ എന്ന് സമസ്ത പ്രതിനിധികൾ മധ്യസ്ഥന്മാരോട് പറഞ്ഞു എന്ന് 29/9/24 ഞങ്ങളോട് കണക്കാട്ട് വെച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് പറഞ്ഞല്ലോ, യാഥാസ്ഥികവാദങ്ങൾ തിരുത്തപ്പെടണം എന്ന് പറഞ്ഞല്ലോ, അതെന്തൊക്കെയൊന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് സ്പെസിഫിക് ആയി പറയാമോ? എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്? അല്ല, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമല്ലേ. അത് ഞാനും നിങ്ങളും പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ ഒരു 4 ദിവസമായിട്ട് നടക്കുന്നത് അശുദ്ധിയല്ലേ. ശുദ്ധിയാക്കണം. അതിൽ എന്താ ഉള്ളത്? ഇതിനു മുമ്പ് ഒരിക്കൽ ഇതുപോലെ നിങ്ങൾ മീഡിയ ചർച്ച ചെയ്യുന്ന സമയത്ത് വഴക്കടിച്ചിട്ട് തലയിക്കെട്ട് തെറിപ്പിച്ചു. അശുദ്ധിയല്ലത്.